ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ ചെടിയുടെ ചുവടും ഒക്കെ മാന്തിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ്. 2 ദിവസമായി പിടിച്ചിട്ട്. പട്ടിണി കിടന്ന് വെയിലത്ത് ഇങ്ങനെ കിടന്ന് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് കൊല്ലാനും തോന്നുന്നില്ല. അപ്പം ഞാൻ ഇന്ന് വെള്ളമൊക്കെ കൊടുത്തു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരു ഫ്രഷ് ഈന്തപ്പഴം ഇങ്ങനെ പീച്ചിട്ട് അവിടെ കൂടിന് പുറത്ത് വെച്ച് കൊടുത്തിരിക്കുക. അപ്പോൾ അത് കഴിച്ചത് ഇച്ചിരി ചോറും പറ്റൊക്കെ കഴിച്ചു. വെള്ളം കൊടുത്തപ്പോൾ അതും കഴിച്ചു. അപ്പോൾ അത് ചാകാതെ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പം ഇതിനെന്ത് വേണമെന്നറിയത്തില്ല. ഇങ്ങനെ കൊല്ലാനും തോന്നുന്നില്ല, കളയാനും തോന്നുന്നില്ല. കളഞ്ഞാലത് വീണ്ടും എൻ്റെ ചട്ടിക്കകത്തൂടെയൊക്കെ കയറി വരും, ചെടിച്ചട്ടിക്കകത്തൂടെ. എൻ്റെ ചെടിയുടെ ചുവടെല്ലാം മാന്തിയിടുക. ഞാൻ മണി പ്ലാന്റിൻ്റെ ചുവട് പോലും വെറുതെ വിടത്തില്ലെന്നുള്ളതാണ്. പുള്ളിക്കാരൻ വന്നെല്ലാം മാന്തി, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം മാന്തി പറിച്ച് വെളിക്കളയും. അപ്പം ഞാനതിനെ ഇങ്ങനെ കൂട്ടിലിട്ടിരിക്കുകയാണ്. വെളിയിലെങ്ങാനും കൊണ്ട് കളഞ്ഞാൽ, പണ്ട് നമ്മൾ പൂച്ചയൊക്കെ കൊണ്ട് കളഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ പൂച്ച വീട്ടിലെത്തില്ല. അതുപോലെ ഇത് കൊണ്ട് വിട്ടാൽ നമ്മളെക്കാൾ മുമ്പേ ഇത് തിരിച്ച് വീട്ടിലെത്തുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്ത് വേണ്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഞാൻ കൂട്ടിൽ വെച്ചിരിക്കുക, വെയിലത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാനിങ്ങനെ ഭക്ഷണം വെള്ളം കൊടുക്കുന്നുണ്ടായിരിക്കും അത് ചത്തിട്ടില്ല. 2 ദിവസമായി ഇപ്പോൾ കിട്ടിയിട്ട്. നോക്കാം, നിങ്ങളുടെ അഭിപ്രായം പറ. കണ്ടോ, അതിനകത്ത് കിടന്ന് ഇപ്പം രക്ഷപ്പെടേണ്ട കളി കളിക്കുക. അത് ഈന്തപ്പഴമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈന്തപ്പഴമൊക്കെയാണല്ലോ ഇവിടുത്തെ ഭക്ഷണമൊക്കെ. ഈ ചെടിയുടെ ചുവട്ടിൽ വന്ന് ചെറിയ മണ്ണിരയും ചെറിയ പുഴുക്കളെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്കത് നാശമാണ്. ഇവിടെ